നമസ്കാരം. ജോസഫ് കലിപ്പിലാണ്. UDF മുന്നണി വിടുന്നു. അവർ മാണിയെ സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ തന്ത്രം വീണ്ടും. ഇവിടെ UDFന്റെ സീറ്റ് വിഭജന ചർച്ചകളിലൊക്കെ വലിയ ആക്രോശമൊക്കെ കാണിച്ച് മേശമേൽ കൈകൊണ്ടൊക്കെ ഇടിച്ച് കോൺഗ്രസ് നേതാക്കളെ വിരട്ടി ഉറച്ച സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള സമ്മർദ്ദവുമായിട്ട് PJ ജോസഫ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ വീണ്ടും വിട്ടു നൽകിയാൽ മൂന്നാമതും പ്രതിപക്ഷത്തെ ഇരിക്കേണ്ടി വരുമെന്നുള്ള കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ് നൽകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും പിന്മാറാതെ ജോസഫിന്റെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ കേരള കോൺഗ്രസ് പിന്നെയും UDFന്റെ അന്തകരാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തർക്കം, ഒരു സംശയം. കേരള കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ വഴിമുട്ടിയതിനെ തുടർന്ന് UDFന്റെ സീറ്റ് വിഭജനം സത്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് UDFന് ജയസാധ്യതയുള്ള 8 സീറ്റുകളിൽ അവകാശവാദം ശക്തമാക്കിയതോടുകൂടിയാണ് മുന്നണി പ്രതിസന്ധിയിലായത്. ജോസഫ് വിഭാഗം അവകാശവാദം ഉന്നയിക്കുന്ന സീറ്റുകളെല്ലാം UDFന് രാഷ്ട്രീയ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ് എങ്കിലും ഇവിടങ്ങളിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ജയസാധ്യത കുറവാണ് എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. അതേസമയം ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എങ്കിൽ വിജയം സുനിശ്ചിതമാണ് അല്ലെങ്കിൽ ഉറപ്പാണ് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത്. കഴിഞ്ഞ തവണ 7 സീറ്റുകൾ ഇതുപോലെ കോൺഗ്രസിന് ലഭിച്ചേക്കാവുന്ന തരത്തിലുള്ള 7 സീറ്റുകൾ അത് കേരള കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത് എന്നുള്ള വാദം കൂടി വരുന്നുണ്ട്. ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, ഇടുക്കി, കോതമംഗലം, കുട്ടനാട്, ഇരിങ്ങാലക്കുട, തിരുവല്ല എന്നിങ്ങനെ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ വിജയിക്കുന്നവയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ മണ്ഡലങ്ങൾ വിട്ടു നൽകുവാൻ കേരള കോൺഗ്രസ് തയ്യാറാകാത്തതാണ് മുന്നണിയിലെ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്. ഉഭയകക്ഷി ചർച്ചകളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മേശമേലൊക്കെ അടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാര്യം കാണുന്ന PJ ജോസഫിന്റെ സ്ഥിരം ശൈലി അത് തന്നെയാണ് ഇപ്പോഴും അയാൾ ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കേരള കോൺഗ്രസിന് 4 സീറ്റുകളിൽ അധികം നൽകേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സമ്മർദ്ദം ശക്തമായാൽ അങ്ങനെ വരുന്നെങ്കിൽ മാത്രം 2 സീറ്റുകൾ കൂടി ചേർത്ത് 6 സീറ്റ് വരെ നൽകും. പക്ഷെ അത് കഴിഞ്ഞ തവണ മത്സരിച്ച UDF സീറ്റുകൾ ആകാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ധാരണ എന്ന് പറയപ്പെടുന്നത്. കേരള കോൺഗ്രസിന് 1000 പ്രവർത്തകർ തികച്ചില്ലാത്ത കോട്ടയത്ത് ആ കോട്ടയം പാർലമെന്റ് മണ്ഡലം ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുമ്പോൾ തന്നെ നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകണമെന്ന ഉപാധി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പക്ഷെ ജോസഫ് അത് അംഗീകരിച്ചിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതോടെ ജോസഫ് വാക്കുമാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസിന്റെ സീറ്റുകളിൽ അവരുടെ വോട്ട് വാങ്ങി വിജയിച്ച് പാർട്ടി വളർത്തുക എന്ന സ്ഥിരം തന്ത്രമാണ് ജോസഫ് പ്രയോഗിക്കുന്നത്. ഇത്തരത്തിൽ പോയാൽ UDFന്റെ ജയസാധ്യതയെ തന്നെ അത് ഗൗരവമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ ശക്തമായിട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫിനെ പിടിച്ചുകെട്ടുക എന്നുള്ളത് അവരുടെ തന്ത്രം മാത്രമല്ല, അവരുടെ ഒരു തീരുമാനം കൂടിയാണ്. ആ തീരുമാനം അവർ നടപ്പിലാക്കാൻ പോകുന്നു. ജോസഫ് ഇല്ലെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള തരത്തിലേക്ക് UDFന്റെ മുന്നണി സംവിധാനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു. കേരള കോൺഗ്രസ് മാത്രമാണോ വിജയശില്പികൾ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ PJ ജോസഫിന് വേണമെങ്കിൽ ഈ കളം വിട്ട് UDFന്റെ മുന്നണി വിട്ട് മടങ്ങിപ്പോകാം LDFലേക്ക്. അപ്പോൾ പക്ഷെ വേറൊരു കാര്യം ഉണ്ടാകുന്നത്, ജോസ് കെ മാണി എന്ന് പറയപ്പെടുന്ന ജോസിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന കോൺഗ്രസിനെ കൂടി നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ജോസ് ഇപ്പോഴും എപ്പോഴും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ ഈ ഇടതു മുന്നണിക്കുള്ളിൽ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുകയും ഒപ്പം തന്നെ അസ്വസ്ഥനുമാണ്. അതുകൊണ്ട് തന്നെ മടങ്ങി വേണമെങ്കിൽ UDFലേക്ക് തിരികെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഈ വരുന്ന 1 മാസ കാലയളവിനുള്ളിൽ, ഈ വരുന്ന മാർച്ച് 20-നുള്ളിൽ തന്നെ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. കാരണം കേരള കോൺഗ്രസുകൾ ഒന്നുകിൽ ഒന്നിക്കും, അല്ലെങ്കിൽ വീണ്ടും പുലർപ്പിലേക്ക് പോകും. കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം UDF വിട്ട് LDFലേക്ക് പോയാലും അവർക്ക് സീറ്റുകളൊന്നും അവിടെ ലഭിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും PJ ജോസഫിന് കഴിയില്ല. പക്ഷേ PJ ജോസഫിന്റെ ഈ മുഷ്ടി ചുരുത്തലും ഈ ആക്രോശവുമൊക്കെ കോൺഗ്രസ് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ സീറ്റ് നേടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം ഇനി ഉണ്ടാകില്ല. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തരുന്ന 4 സീറ്റുകളോ കൂടുതൽ ആക്രോശിച്ചാൽ 2 സീറ്റുകൾ അധികമോ തന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൂടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമ്മർദ്ദ തന്ത്രം ഇനി ഇവിടെ വിലപ്പോകില്ല എന്നുള്ളതാണ് അവരും മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇടതുമുന്നണിയിൽ നിന്ന് വരാൻ കാത്തു നിൽക്കുന്ന ജോസ് കെ മാണിയെ പോലുള്ള കേരള കോൺഗ്രസ്സുകാരുണ്ട്. അവരെ വേണമെങ്കിൽ കൂടെ കൂട്ടി കോട്ടയം എന്ന് പറയപ്പെടുന്ന മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ തറവാടെന്ന് പറയപ്പെടുന്ന ഇടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ആധിപത്യം സ്ഥാപിക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ജോസഫിന് തൽക്കാലം വിട നൽകാം, മാണിക്ക് അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് സ്വാഗതമരളാം. അതാണ് ഇപ്പോൾ UDFന്റെ സംവിധാനം എന്ന് പറയാം.